അക്കൗണ്ടിംഗിൽ ഡിപ്രീഷിയേഷൻ തേയ്മാനം എന്നത് ഒരു ആസ്തിയുടെ ഉദാഹരണത്തിന് ഒരു കെട്ടിടം, യന്ത്രം, വാഹനം അതിന്റെ ഉപയോഗത്തിലോ പഴക്കം കൊണ്ടോ സാങ്കേതികമായി കാലഹരണപ്പെട്ടതുകൊണ്ടോ കാലക്രമേണയുണ്ടാകുന്ന മൂല്യത്തിലെ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഒരു കമ്പനിയുടെ സാമ്പത്തിക രേഖകളിൽ ഒരു ചെലവായി കണക്കാക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ താഴെ കൊടുക്കുന്നു. എന്താണ് ഡിപ്രീഷിയേഷൻ? ഒരു സ്ഥാപനം ദീർഘകാലം ഉപയോഗിക്കുന്ന ആസ്തികളുടെ ഫിക്സ്ഡ് ആസറ്റ്സ് വില അതിന്റെ ഉപയോഗിക്കാവുന്ന കാലയളവിൽ ഓരോ വർഷവും കുറച്ചുകാണിക്കുന്ന പ്രക്രിയയാണ് തേയ്മാനം. ഇത് ഒരു യഥാർത്ഥ പണച്ചെലവല്ല, നോൺ ക്യാഷ് എക്സ്പെൻസ്, മറിച്ച് ആസ്തിയുടെ യഥാർത്ഥ മൂല്യം കൃത്യമായി രേഖപ്പെടുത്തുന്നതിനും ലാഭം കണക്കാക്കുന്നതിനും നികുതി ഇളവുകൾ നേടുന്നതിനും വേണ്ടിയുള്ള ഒരു അക്കൗണ്ടിംഗ് രീതിയാണ്. തേയ്മാനം കണക്കാക്കുന്നതിന്റെ ആവശ്യകതകൾ. ബിസിനസിന്റെ യഥാർത്ഥ ലാഭം കണ്ടെത്താൻ തേയ്മാനം കണക്കാക്കുമ്പോൾ ആസ്തികളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ചെലവ് ലാഭത്തിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കുന്നു. ഇത് ബിസിനസിന്റെ യഥാർത്ഥ ലാഭനഷ്ടം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. സാമ്പത്തിക സ്ഥിതി കൃത്യമായി അറിയാൻ ആസ്തികളുടെ യഥാർത്ഥ മൂല്യം ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നതിലൂടെ കമ്പനിയുടെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കുന്നു. പുതിയ ആസ്തികൾ വാങ്ങുന്നതിനുള്ള ഫണ്ട് കണ്ടെത്താൻ തേയ്മാനത്തിലൂടെ ഓരോ വർഷവും ഒരു നിശ്ചിത തുക നീക്കിവെക്കുന്നത് ഭാവിയിൽ പഴയ ആസ്തികൾക്ക് പകരം പുതിയവ വാങ്ങാൻ സഹായിക്കുന്നു. നികുതി ആനുകൂല്യങ്ങൾ നേടാൻ തേയ്മാനം ഒരു ചെലവായി കണക്കാക്കുന്നത് നികുതി നൽകേണ്ട ലാഭത്തിന്റെ അളവ് കുറയ്ക്കുന്നു. അതുവഴി നികുതി ലാഭിക്കാൻ സാധിക്കുന്നു. നിയമപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ പല രാജ്യങ്ങളിലും അക്കൗണ്ടിംഗ് നിയമങ്ങൾ അനുസരിച്ച് തേയ്മാനം രേഖപ്പെടുത്തേണ്ടത് നിർബന്ധമാണ്. തേയ്മാനമുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ. ഉപയോഗം മൂലമുള്ള തേയ്മാനം, വെയർ ആൻഡ് ടിയർ, നിരന്തരമായ ഉപയോഗം മൂലം ആസ്തികൾക്കുണ്ടാകുന്ന കേടുപാടുകൾ. കാലഹരണപ്പെടൽ, ഒബ്സോളസൻസ്, പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നതുമൂലം പഴയ ആസ്തികൾക്കുണ്ടാകുന്ന മൂല്യക്കുറവ്. സമയം, പാസേജ് ഓഫ് ടൈം, ഉപയോഗിക്കാതെ വെറുതെ ഇടുമ്പോൾ പോലും ആസ്തികൾക്ക് കാലക്രമേണ മൂല്യശോഷണം സംഭവിക്കാം. അപകടങ്ങൾ അല്ലെങ്കിൽ കേടുപാടുകൾ, ആക്സിഡന്റ്സ് ഓർ ഡാമേജസ്, ആസ്തികൾക്കുണ്ടാകുന്ന അപകടങ്ങൾ മൂലമുണ്ടാകുന്ന മൂല്യനഷ്ടം. തേയ്മാനം കണക്കാക്കുന്നതിനുള്ള പ്രധാന രീതികൾ. അക്കൗണ്ടിംഗിൽ തേയ്മാനം കണക്കാക്കാൻ പല രീതികളുണ്ട്. അവയിൽ ചിലത്. നേർരേഖാരീതി, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഈ രീതിയിൽ ആസ്തിയുടെ മൊത്തം വിലയിൽ നിന്ന് അതിന്റെ ശേഷിപ്പ് മൂല്യം, സാൽവേജ് വാല്യൂ കുറച്ച് ആസ്തിയുടെ ഉപയോഗിക്കാവുന്ന ആയുസ്, യൂസ്ഫുൾ ലൈഫ് കൊണ്ട് ഹരിച്ചാണ് ഓരോ വർഷത്തെയും തേയ്മാനം കണ്ടെത്തുന്നത്. ഇത് ഏറ്റവും ലളിതമായ രീതിയാണ്. ഫോർമുല. കുറഞ്ഞുവരുന്ന ബാലൻസ് രീതി, റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഈ രീതിയിൽ ഓരോ വർഷവും ആസ്തിയുടെ പുസ്തകമൂല്യത്തിന്റെ ബുക്ക് വാല്യൂ ഒരു നിശ്ചിത ശതമാനം തേയ്മാനമായി കണക്കാക്കുന്നു. അതുകൊണ്ട് ആദ്യ വർഷങ്ങളിൽ കൂടുതൽ തേയ്മാനവും പിന്നീട് കുറഞ്ഞ തേയ്മാനവും വരുന്നു. യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ രീതി, യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ മെത്തേഡ്. ആസ്തി എത്ര യൂണിറ്റ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു അല്ലെങ്കിൽ എത്ര മണിക്കൂർ പ്രവർത്തിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ രീതിയിൽ തേയ്മാനം കണക്കാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ആവശ്യം